ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴക്കാലമൊക്കെ വന്നെത്തി. നമ്മുടെ അഡീനിയം ചെടികളെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട സമയമാണ്. അഡീനിയം ചെടികൾ പൊതുവെ വെയിലും ചൂടും ഇഷ്ടപ്പെടുന്ന ചെടികളാണല്ലോ. മഴക്കാലം അഡീനിയം ചെടികളെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഴക്കാലത്ത് അഡീനിയം ചെടികൾ മഴ കൊള്ളാതെ സൈഡിലേക്ക് എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. മഴ കൊണ്ട് പുറത്തിരിക്കുന്ന ചട്ടികളിൽ ചെറുതായിട്ട് ഒരേ ഹോളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. നന്നായിട്ട് കട്ട പിടിച്ച് ഇരിക്കുന്ന മണ്ണൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോകും. അടുത്തതായിട്ട് ചട്ടിയുടെ അടിഭാഗത്തെ ഹോൾസ് എല്ലാം നന്നായിട്ട് തുറന്നു വയ്ക്കണം. ചട്ടിയുടെ അടിയുടെ ഹോൾസിൽ കല്ലും മണ്ണൊക്കെ വന്ന് ഹോൾസ് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ കുത്തിയാൽ അത് വെള്ളം നന്നായിട്ട് വാർന്നു പോയിക്കോളും. നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടി നിന്ന് കോഡക്സിന് ചീച്ചലൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മഴക്കാലത്ത് അഡീനിയം ചെടികൾക്ക് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ചട്ടിയിൽ ഉള്ള വളങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി അതിൽ വരുന്ന പുല്ലുകളും കളകളൊക്കെ പറിച്ച് മാറ്റി വൃത്തിയാക്കി വയ്ക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് മഴ പെയ്യുമ്പോൾ ചെടിയുടെ പൂക്കളും ഇലകളും ചട്ടിയിൽ കൊഴിഞ്ഞു വീഴും. ഈ കൊഴിഞ്ഞു വീഴുന്ന ഇലകളും പൂക്കളും ചട്ടിയിൽ നിന്ന് പെറുക്കി മാറ്റണം. അത് പെറുക്കി മാറ്റിയില്ലെങ്കിൽ മഴയത്ത് അത് അവിടെ കിടന്ന് ചീഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ചെടികളുടെ കമ്പിലും പൂക്കൾ ചീഞ്ഞ് ഇരിക്കാറുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റി ചെടി എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കണം. അടുത്തതായിട്ട് പറയാനുള്ളത്, അഡീനിയം ചെടികൾ തുടർച്ചയായിട്ട് മഴയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ചീയലൊക്കെ കമ്പുകളിലുണ്ടാകും. എല്ലാ കമ്പുകൾക്കും ഉണ്ടാവില്ല, ചില കമ്പുകളിൽ ഇതുപോലെ വരും. ഇതുപോലെ ചീച്ചൽ വരികയാണെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് അവിടെ ഒരു ഫംഗിസൈഡ് തേച്ച് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ സാഫാണ് തേക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത ചെടി വീണ്ടും മഴയത്ത് എടുത്തു വയ്ക്കരുത്. അത് മഴ കൊള്ളാത്ത ഒരു ഭാഗത്ത് എടുത്തു വയ്ക്കണം. മുറിച്ച ഭാഗത്ത് വെള്ളം ആയാൽ അത് ഭാഗം ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് മഴ കൊള്ളാത്ത ഭാഗത്ത് എടുത്തു വയ്ക്കാൻ പറയുന്നത്. മഴക്കാലത്ത് അഡീനിയം ചെടികളുടെ കോഡക്സിൽ ചെറുതായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടാകും. അത് ഈർപ്പം കൂടുതലാകുന്നത് കൊണ്ട് വരുന്നതാണ്. ഇടയ്ക്കൊക്കെ കോഡക്സ് ഇതുപോലെ ഞെക്കി നോക്കണം. ചീച്ചലൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. മഴക്കാലത്ത് 2 ആഴ്ചയിലൊരിക്കൽ അഡീനിയം ചെടികളിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ചട്ടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. മഴയില്ലാത്ത സമയത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അടുത്ത പോയിൻ്റ്, പൂമൊട്ടുകളും പൂക്കളും ഇതുപോലെ കൊഴിയുന്നത്. കടുത്ത ചൂടിൽ നിന്നും തണുപ്പിലേക്ക് വരുമ്പോൾ ആ ചേഞ്ചിൽ ചെടി അതിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൊഴിക്കുന്നതാണ്. ഇങ്ങനെ കൊഴിയുന്നത് കാര്യമാക്കേണ്ടതില്ല, അത് സ്വാഭാവികമാണ്. ചെടിയെ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചാലും തണുപ്പ് സമയങ്ങളിൽ ഇത് സംഭവിക്കുന്നതാണ്. അടുത്തതായിട്ട് ചെടികളുടെ ഇലകളിൽ മഞ്ഞളിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോഡക്സിന് ചീച്ചലുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിലും മഞ്ഞളിപ്പ് വരാറുണ്ട്. പിന്നെ തണുപ്പ് കാലത്ത് ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിയാറുണ്ട്. അത് കാലാവസ്ഥ ചേഞ്ച് കൊണ്ട് വരുന്നതാണ്. പിന്നെ മഴക്കാലത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ചെടി റീപോട്ടിങ്ങും പ്രൂണിങ് ഇതൊന്നും മഴക്കാലത്ത് ചെയ്യരുത്. പിന്നെ വളങ്ങളും ഇട്ട് കൊടുക്കരുത്. മഴക്കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ചെടിക്ക് കുഴപ്പമൊന്നും വരാതെ സംരക്ഷിക്കാം. എൻ്റെ അഡീനിയം ചെടികളെ എല്ലാം ഞാൻ മഴ നനയാതെ സൺസൈഡിൻ്റെ ചുവട്ടിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാലും കാറ്റൊക്കെ അടിക്കും, എന്നാലും നേരിട്ടുള്ള മഴ കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.